Hi students, welcome to Riju and PSK Tele classes. In the previous class, we already discussed about pure resistant and pure inductive circuit. Here, today we are going to discuss about the new topic, the pure capacitive. അപ്പോൾ ഒരു എ സിയിൽ പ്യുവർ കപ്പാസിറ്റർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്യുന്നത് എന്താണ്? എ സി. ഒരു എ സി ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? സി. Capacitor of capacitance C and the potential V. എത്രയായിരുന്നു നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്ന? സെയിം തന്നെ, V0 sin omega t. AC input കൊടുത്തു, V0 sin omega t. According to Kirchhoff law, again V is equal to potential across capacitor. Capacitorന്റെ potential എത്രയാണ്? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്, Q is equal to CV. Then V is equal to Q by C. The small charge Q എടുത്തു, Q by okay അല്ലേ? Then V0 sin omega t equal to Q by C. V0 sin omega t is equal to Q by C. Then Q equal to നമുക്ക് എന്ത് കിട്ടും? C V0 sin omega t. നമുക്ക് കിട്ടേണ്ടത് എന്താ? കറണ്ട് ആണ് അല്ലേ? പൊട്ടൻഷ്യൽ നമുക്കറിയാം, കറണ്ട് കിട്ടണം. Then കറണ്ട് Q അറിയാമെങ്കിൽ, ചാർജ് അറിയാമെങ്കിൽ കറണ്ട് എന്താണ്? Then I is equal to dq by dt. First derivative of charge. Derivative കണ്ടുപിടിച്ചേ, CV0 d by dt of sin omega t. d by dt of sin omega t. Sin omega t derivative cos omega t into omega. Substitute ചെയ്യാം, CV0 cos omega t into omega. Substitute ചെയ്ത് നോക്കാം, എത്ര കിട്ടും? C omega into V0 cos omega t is the current I. അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടി, C omega into V0 cos omega t. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് എന്തറിയാമായിരുന്നു? പൊട്ടൻഷ്യൽ അറിയാമായിരുന്നു. ഇപ്പോൾ കറണ്ട് കിട്ടി. എന്തായിരുന്നു പൊട്ടൻഷ്യൽ? V equal to V0 sin omega t and current I equal to, we know that the value C omega V0 cos ആണ്, cos omega t. നമുക്കതിനെ സൈൻ്റെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇറ്റ് ഇസ് ദ വാല്യൂ. ഈ വാല്യൂ നമുക്ക് എന്തെടുക്കാം? I0 മാക്സിമം ആണ്. I0 sin omega t plus pi by 2. Cos theta is equal to sin of theta plus pi by 2. Sin theta plus pi by 2 എന്താണ്? Cos theta. Then cos omega t is equal to sin of omega t plus pi by 2. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി? ഇതിൽ നിന്ന് I0ൻ്റെ വാല്യൂ കിട്ടും. I0 equal to എന്തായിരിക്കും? C omega into V0. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക, 1 ഡിവൈഡഡ് ബൈ C omega. 1 by C omega അത് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ റെസിസ്റ്റൻസ് കൊടുത്തില്ല. ഇറ്റ്സ് ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ കപ്പാസിറ്റർ. കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷനാണ്. അതിനെ നമ്മൾ എന്ത് പറയും? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അതിനെ നമ്മൾ XC കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും, V0 ഡിവൈഡഡ് ബൈ XC. നമ്മൾ ഇൻഡക്ടറിൽ ഉണ്ടായിരുന്ന എന്താണ്? XL. എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണെങ്കിൽ ഹിയർ ദ XC ഇസ് ദ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഒമേഗ C. 1 by omega C. 1 by omega C എന്ന് പറയുമ്പോൾ 1 by 2 pi nu into C. That means capacitive reactance is inversely proportional to frequency. നമുക്ക് എന്തായിരുന്നു? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണെങ്കിൽ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് കുറയും, ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസോ കൂടും. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നമുക്ക് ഇവിടുന്ന് വാല്യൂ കിട്ടി. എന്താണ്? I equal to I0 sin omega t plus pi by 2 and V equal to V0 sin omega t എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് എന്ത് കിട്ടും? ഫേസ് ഡിഫറൻസ് അല്ലേ അവിടെ? അവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. എത്രയാണ്? pi by 2. എന്താ ലീഡ് ചെയ്യുന്നത്? കറണ്ട് പൊട്ടൻഷ്യലിനേക്കാൾ pi by 2 ലീഡ് ചെയ്യും. കറണ്ട് ലീഡ് ചെയ്യും, പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. രണ്ട് രീതിയിൽ പറയാം. ഒന്നില്ലെങ്കിൽ എങ്ങനെ പറയാം? കറണ്ട് ലീഡ് പൊട്ടൻഷ്യൽ ബൈ pi by 2. കറണ്ട് ലീഡ് പൊട്ടൻഷ്യൽ, കറണ്ട് pi by 2 ലീഡ് ചെയ്യും. Otherwise we can say
പൊട്ടൻഷ്യൽ ലാഗ് കറണ്ട് ബൈ പൈ ബൈ ടു. പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും എന്ന് പറയാം, അല്ലെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും. പ്യുവർ ഇൻഡക്ടറിൽ എന്തായിരുന്നു? കറണ്ട് ലാഗ് ചെയ്തു. പ്യുവർ കപ്പാസിറ്ററിൽ എന്ത് ചെയ്തു? കറണ്ട് ലീഡ് ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് എഫക്റ്റീവ് വരച്ച് നോക്കാം. എങ്ങനെയാണ് ഫിഗർ വരയ്ക്കുക? ഫേസർ ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഫേസർ ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വേവ് ഫോം എന്ന് വരയ്ക്കാം. ഇറ്റ് ഈസ് ദ വി. വി ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. വി ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ദെൻ നമുക്ക് ആവശ്യം എന്താണ്? കറണ്ട്. കറണ്ട് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? കറണ്ട് ലീഡ് ചെയ്തു. കറണ്ട് പൈ ബൈ ടു ലീഡ് ചെയ്തു. അപ്പോൾ കറണ്ട് ഇവിടെ 0 ആകുമ്പോൾ കറണ്ട് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ 0 ആകുമ്പോൾ കറണ്ട് മാക്സിമം. പൊട്ടൻഷ്യൽ മാക്സിമം ആകുമ്പോൾ കറണ്ട് 0. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ കറണ്ട്. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. പ്ലസ് പൈ ബൈ ടു. ഓക്കെ അല്ലേ? ജസ്റ്റ് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമാണ് കളർ മാറ്റാം കേട്ടോ. നമുക്ക് ഫേസർ ഡയഗ്രാം ഇപ്പോൾ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഇസ് ദ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി. നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ at any time t is the omega t is the phase that time ഇവിടെ എന്താ ലീഡ് ചെയ്യുന്നത്? കറണ്ട് ലീഡ് ചെയ്യും. പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. ഇസ് എ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എത്രയാണ്? ഇസ് എ പൊട്ടൻഷ്യൽ V ആൻഡ് ദ കറണ്ടിൻ്റെ വാല്യൂ എത്ര ലീഡ് ചെയ്തു എന്നുള്ളത്? പൈ ബൈ ടു. is the V and I. ഇത് എത്രയായിരിക്കും? ഇസ് ദ ഒമേഗ ടി. അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഒമേഗ ടി എത്രയായിരിക്കും? കറണ്ട് എത്രയായിരിക്കും? ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. ജനറലായിട്ട് ഇത്രയൊന്നും വരയ്ക്കണമെന്നൊന്നുമില്ല. ഇതാണ് നിങ്ങളുടെ V എങ്കിൽ, ഇത് V ആണെങ്കിൽ എന്തായിരിക്കും? I ഇതായിരിക്കും. പൈ ബൈ ടു ലീഡ് ചെയ്യും. പൈ ബൈ ടു ലീഡ് ചെയ്യും. അറ്റ് എനി ടൈം ഒമേഗ ടി, ഇത് അറ്റ് 0 ആണ് എടുത്തത്. അറ്റ് എനി ടൈം ടി ടൈമിലാണെങ്കിൽ ഇനീഷ്യലി ഒരു ടൈം ഡിപ്പെൻസിലെ ആ ഇൻസ്റ്റൻറ്റേനിയസ് സ്പേസ് ആണ് ഒമേഗ ടി. അപ്പോൾ V എന്താണ്? ഒമേഗ ടിയിലാണെങ്കിൽ I എത്രയായിരിക്കും? ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു. അത്രയും പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് ഉണ്ട്. എത്ര ഫേസ് ഡിഫറൻസ് ഉണ്ട്? പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് ഉണ്ട്. വിയും ഐയും തമ്മിൽ. ഏതാ ലീഡ് ചെയ്യുന്നത്? കറണ്ട് ലീഡ് ചെയ്യും. പ്യുവർ കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും. പ്യുവർ ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? ദെൻ നമുക്ക് എന്തുകൂടി നോക്കണം? പ്യുവർ കപ്പാസിറ്ററിലും പ്യുവർ ഇൻഡക്ടറിലും XC നമ്മൾ പറഞ്ഞു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഒമേഗ C which is equal to 1 by 2 pi nu into C. Then XC inversely proportional to frequency. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും? XC versus frequency graph is 1 by proportional to 1 by nu. It's proportional to 1 by nu. ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ ഫേസർ ഡയഗ്രം ഒക്കെ വരച്ചതിന് ശേഷം പിന്നെ എന്താ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? കറണ്ട് കണ്ടുപിടിക്കും, പീക്ക് വാല്യൂ കണ്ടുപിടിക്കും, റിയാക്റ്റൻസ് കണ്ടുപിടിക്കും, റിയാക്റ്റൻസിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കും. പിന്നെന്താണ്? ആവറേജ് പവർ ഡിസിപ്പേഷൻ. ആവറേജ് പവർ ഡിസിപ്പേഷൻ എത്രയാണ്? ദെൻ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എത്രയാണ്? IV. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ ടു ആൻഡ് V is equal to V0 സൈൻ ഒമേഗ ടി. I0 sin omega t plus pi by 2 is the cos omega t. Then I0 V0 cos omega t sin omega t. Then 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, ഞാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. 2 sin theta cos theta again sin 2 theta. ജസ്റ്റ് ലൈക്ക് ഒരു നെഗറ്റീവ് സൈനിൽ കുറവ് മാത്രമേ ഉള്ളൂ. ഇൻഡക്ടറിൽ ഒരു നെഗറ്റീവ് സൈൻ എക്സ്ട്രാ ഉണ്ടായിരുന്നു, ഇവിടെ ഇത് ഉണ്ടാവില്ല. Then I0 V0 divided by 2 sin omega t cos omega t is equal to I0 V0 divided by 2 sin theta cos theta sin 2 theta. അപ്പം എന്തായിരിക്കും? sin 2 omega t.
ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻസ്റ്റൻറ്റേനിയസ് പവർ കിട്ടി. ഒരു ഇൻസ്റ്റൻറ്റിൽ പവർ കിട്ടി. എന്ത് കിട്ടണം ഇനി? ആവറേജ് പവർ വേണം. ആവറേജ് പവർ എന്തായിരിക്കും? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആവറേജ് പവർ പി ആവറേജ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t I0 V0 ഡിവൈഡഡ് ബൈ 2 sin 2 omega t dt ഇൻ്റഗ്രൽ 0 to t dt. ഇനിയും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇൻ്റഗ്രൽ sin 2 omega t ഒരു ഫുൾ സൈക്കിളിലെ sin 2 omega t എത്രയായിരിക്കും? 0. അപ്പോൾ ആവറേജ് എത്രയായിരിക്കും? then the value of average of sin 2 omega t is became 0. sin 2 omega t യുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. sin 2 omega t നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോസ് തീറ്റയുടെ വാല്യൂ യൂസ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് വാല്യൂ കിട്ടും. ഇൻ്റഗ്രൽ sin 2 omega t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ sin 2 omega t യുടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? കോസ് 2 omega t വിത്ത് നെഗറ്റീവ് സൈൻ ഡിവൈഡഡ് ബൈ 2 omega. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ എത്ര കിട്ടും? 0. ഓക്കെ അല്ലേ? നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഇവിടെയും ആവറേജ് പവർ എത്രയായിരുന്നു? 0 ആയിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? വാട്ട്ലെസ് കറണ്ട്. ദെൻ നമുക്ക് പവർ നോക്കാം. ദെൻ പവർ ഇൻസ്റ്റൻറ്റേനിയസ് പവർ നമുക്കറിയാം. പവർ ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു വി. IV. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ആദ്യം ഒരു കപ്പാസിറ്റർ എടുത്ത് ഒരു സെല്ലിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? സെല്ലല്ല, ഒരു AC ഇൻപുട്ടിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റ് ആദ്യം നമ്മൾ വി വരച്ചു. വി ഇസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി തന്നെ I ഈക്വൽ ടു I പൈ ബൈ 2 ലീഡ് ചെയ്യും. ദെൻ I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അപ്പോൾ ഇതിൻ്റെ 0 ആവുന്ന സമയത്ത് ഇവിടെ മാക്സിമം ആയിരിക്കും. ദെൻ ഫസ്റ്റ് കേസ് നോക്കുക. I പോസിറ്റീവ്, വിയും പോസിറ്റീവ്. അപ്പോൾ IV എന്തായിരിക്കും? എഗെയിൻ പോസിറ്റീവ്. ഈ കേസിൽ I0 ആവുന്ന സമയത്ത് പവറും IVയും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് കിട്ടി. ഇസ് എ പവർ. I പോസിറ്റീവ്, വി പോസിറ്റീവ്, I പോസിറ്റീവ് ആണ്. ഹിയർ V ഈസ് ഓൾസോ പോസിറ്റീവ്. ദെൻ IV പവർ ഈസ് പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ പവർ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കറണ്ട് decreases and potential is also decreases, but potential positive. P positive, I negative, P positive, then I into V is negative. അപ്പോൾ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റിൽ is negative. Then third law, I and V are negative, both are negative, then power again positive. Power is again positive. And the next quadrant, potential, current is positive and potential is negative. Again power is negative. അപ്പോൾ ഫുൾ ക്വാഡ്രന്റ് ഒരു ഹാഫ് സൈക്കിൾ എടുക്കുമ്പോൾ തന്നെ പവർ ഡിസിപ്പേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അതെങ്ങനെയാണ് നമുക്ക് സർക്യൂട്ട് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കറണ്ട് I, then it gets charges. അത് ചാർജ് ചെയ്യും എന്ന് പറഞ്ഞ ഫസ്റ്റ് കേസിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അത് ചാർജ് ചെയ്യും. ദെൻ സെക്കൻഡ് കേസിൽ ഇസ് ദ ഫസ്റ്റ് കേസ്, ഇറ്റ് ഗെറ്റ് ചാർജസ്. ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എനർജി സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യും. ഫസ്റ്റ് കേസ് എന്താണ്? ചാർജിങ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ എന്താണ് കേസ്? ഈസ് ചാർജിങ്. ആൻഡ് ദ നെക്സ്റ്റ് കേസിൽ അതെന്ത് ചെയ്യാൻ തുടങ്ങും? കറണ്ട് നേരെ ഓപ്പോസിറ്റ്. കറണ്ട് ഫസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. ഹിയർ ദിസ് കറണ്ട് ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി. കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടല്ല ഇപ്പോൾ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായി. കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാവുന്ന സമയത്ത് കറണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടുത്തെ ചാർജ് എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. ചാർജ് ഡിക്രീസസ്. ചാർജ് ഡിക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനർജി റിട്ടേൺ ടു ദ സോഴ്സ്. ഫസ്റ്റ് എനർജി സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്തു. സെക്കൻഡ് കേസിൽ എനർജി റിട്ടേൺ ടു ദ സോഴ്സ്. അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഗെറ്റ് നെഗറ്റീവ്. അപ്പോൾ ഇതെന്തായിരിക്കും കേസ്? ഈസ് ഡിസ്ചാർജിങ്. കേസ് എന്താണ്? ഡിസ്ചാർജിങ്. ആൻഡ് ദ തേർഡ് കേസ്, മൂന്നാമത്തെ കേസ് എന്തായി? മൂന്നാമത്തെ കേസിൽ വീണ്ടും എന്താണ്? കറണ്ട് ഇൻക്രീസസ്, ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി.
കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഇൻ ദ പൊളാരിറ്റി ഈസ് ജസ്റ്റ് ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ നെഗറ്റീവ് ആയിരുന്നു ഫസ്റ്റ് കേസിലെങ്കിൽ തേർഡ് കേസ് എന്തായിരിക്കും? ഫസ്റ്റ് പ്ലേറ്റ് നെഗറ്റീവ്, സെക്കൻഡ് കേസ് പോസിറ്റീവ്. എഗെയിൻ ഇറ്റ് ഗെറ്റ് ചാർജസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എഗെയിൻ ഇറ്റ് ഗെറ്റ് ചാർജിങ് തന്നെയാണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആണെന്ന് മാത്രം. ആൻഡ് ദ നെക്സ്റ്റ് കേസിലോ വീണ്ടും കറണ്ട് പോസിറ്റീവ് ഡയറക്ഷനിലാണ്, ബട്ട് ദ അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നേരെ അത് വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങും? വീണ്ടും അത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കറണ്ട് ഇങ്ങോട്ട്, അപ്പോൾ വീണ്ടും അതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ്, അത് പോസിറ്റീവ്. അപ്പോൾ അതെന്ത് ചെയ്യാൻ തുടങ്ങി? ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഫസ്റ്റ് എഗെയിൻ ഡിസ്ചാർജ്, ഫസ്റ്റ് കേസിൽ ചാർജിങ്, സെക്കൻഡ് കേസിൽ ഡിസ്ചാർജിങ്, തേർഡ് കേസിൽ വീണ്ടും ചാർജിങ്, ഫോർത്ത് കേസിൽ വീണ്ടും ഡിസ്ചാർജിങ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ അതെന്ത് ചെയ്യും? എനർജി അബ്സോർബ് ചെയ്യും. സെക്കൻഡ് കേസിൽ എനർജി റിട്ടേൺ ടു ദ സോഴ്സ്, തേർഡ് കേസിൽ വീണ്ടും എനർജി അബ്സോർബ് ചെയ്യും, ഫോർത്ത് കേസിൽ വീണ്ടും എനർജി റിട്ടേൺ ടു ദ സോഴ്സ്. നെറ്റ് എന്ന് പറയുന്നത് നെറ്റ് പവർ ഡിസിപ്പേഷൻ, ഒരു ഫുൾ സൈക്കിളിൽ പവർ ഡിസിപ്പേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഏതിൻ്റെയൊക്കെ കേസിൽ? കപ്പാസിറ്റർ ആയാലും വേണ്ടില്ല, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിലും എന്തായിരിക്കും? ഇസ് നോൺ ആസ് വാട്ട്ലെസ് കറണ്ട്. ഓക്കെ അല്ലേ? ഹിയർ ദ ഫസ്റ്റ് പ്യുവർ റെസിസ്റ്റീവ്, പ്യുവർ ഇൻഡക്റ്റീവ് ആൻഡ് പ്യുവർ കപ്പാസിറ്റീവ്. ഫസ്റ്റ് കേസ് ഡയഗ്രത്തിലൊന്നും ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. സപ്ലൈ വോൾട്ടേജ് ബോത്ത് എല്ലാ കേസിലും നമുക്ക് എന്താണ്? V=V0 sin omega t കൊടുത്തത് ഏതാണ്? AC ആണ്. ദെൻ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്തായിരിക്കും? കറണ്ടിൽ എന്താണ്? ഫസ്റ്റ് phase difference is 0, I=I0 sin omega t. Second case കറണ്ട് ലീഡിയോ ലാഗിയോ? ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യും. എത്ര? π/2. ദെൻ I=I0 sin omega t minus π/2. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കപ്പാസിറ്റർ കറണ്ട് ലീഡ് ചെയ്യും. I=I0 sin omega t plus π/2. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ പീക്ക് കറണ്ട്. എല്ലാ കേസിലും പീക്ക് കറണ്ട് എത്രയായിരിക്കും? I0 ഫസ്റ്റ് കേസ് V0 divided by R, സെക്കൻഡ് കേസ് V0 divided by XL, and third case V0 divided by XC. XC is equal to 1 by omega C and XL equal to omega into L. Then Z, impedance. എല്ലാത്തിലും റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം. ഇൻഡക്റ്റീവ് റിയാക്ടൻസിൻ്റെ ആയാലും കപ്പാസിറ്റീവ് റിയാക്ടൻസിൻ്റെ XL-ൻ്റെയും XC-യുടെയും ആറിൻ്റെയും SI യൂണിറ്റ് സെയിം തന്നെയാണ്, ഓം. ഓരോ കേസിലും എന്താണ്? R ആണ് V0 divided by I0 R. ഇവിടെ എന്താണ്? XL. നെക്സ്റ്റ് കേസിൽ വിച്ച് ഇസ് നോൺ ആസ് XC, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ദെൻ ഫേസ് ഡിഫറൻസ്. ഫസ്റ്റ് കേസിൽ ഫേസ് ഡിഫറൻസ് 0, സെക്കൻഡ് കേസിൽ V lead I എന്നാണ് പറഞ്ഞത് കേട്ടോ. V lead I or I lag V/-π/2. ലാഗ് ചെയ്യല്ല പറഞ്ഞിട്ട് ഇവിടെ V ലീഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐയുടെ ഗ്രാഫ് അല്ല വരച്ച വിയുടെ ഗ്രാഫാണ്. ഹിയർ -π/2 എന്തുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്? V പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. കറണ്ട് ലീഡ് ചെയ്യും മീൻസ് പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. ദെൻ ഫേസർ ഡയഗ്രാം ബോത്ത് ആർ ഇൻ സെയിം ഫേസ്. ഹിയർ V ലീഡ് ചെയ്യും, ഹിയർ V ലാഗ് ചെയ്യും. ദെൻ നെക്സ്റ്റ് കേസ് റെസിസ്റ്റൻസ് ഒരിക്കലും ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യില്ല, റിമൈൻസ് കോൺസ്റ്റന്റ്. ആൻഡ് XL ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആൻഡ് ദ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇത് തെറ്റാണ് കേട്ടോ, ഈ ഗ്രാഫ് അല്ല, ഇതാണ് ശരി. XC വേഴ്സസ് ന്യൂ ഗ്രാഫ് ഈസ് 1/new ആണ്, ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം DC ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, AC അല്ല DC ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ റെസിസ്റ്റേഴ്സ് AC-യിലും DC-യിലും സെയിം ഒരേപോലെ തന്നെ വർക്ക് ചെയ്യും, അതിൽ വേരിയേഷൻ ഒന്നും വരില്ല. എന്നാൽ ഇൻഡക്ടർ സർക്യൂട്ടിൽ ഫ്രീക്വൻസി ഇൻക്രീസ്, AC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. DC ആണെങ്കിൽ ഫ്രീക്വൻസി എത്രയാണ്? DCയുടെ ഫ്രീക്വൻസി എത്രയാണ്? 0. ഡയറക്റ്റ് കറണ്ടാണ്, ഫ്രീക്വൻസി 0 ആണ്. അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസസ് എന്ത് കൂടും? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യാൻ തുടങ്ങും? കറണ്ട് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുമ്പോഴോ ഈസി ആയിട്ട് കറണ്ടിന് ഫ്ലോ ചെയ്യാം. അപ്പോൾ എന്ത് ഒബേ ചെയ്യും? XL, അതായത് ഇൻഡക്ടർ ജസ്റ്റ് എന്തിനെ ബ്ലോക്ക് ചെയ്യും? AC-യെ ബ്ലോക്ക് ചെയ്യും. ആൻഡ് allow to easy flow of DC. DC-യെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കും, എന്നാൽ AC-യെ ബ്ലോക്ക് ചെയ്യും. എന്നാൽ കപ്പാസിറ്ററിൽ നേരെ തിരിച്ചാണ്. കപ്പാസിറ്റർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടുമ്പോഴാണ് ഒപ്പോസിഷൻ കുറയുന്നത്. അപ്പോൾ DC ആണെങ്കിലോ which offer infinite resistance. Capacitor offer infinite resistance for DC.
ആൻഡ് ഇറ്റ് ഈസിലി അത് എത്ര ഈസി പാസിംഗ് ആയിരിക്കും ഏതില എ സി. ഫ്രീക്വൻസി കൂടുന്തോറും ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാം. വിച്ച് ദാറ്റ് മീൻസ് എക്സ് സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ക്ലിയർ ആണോ? അപ്പോൾ എ സി ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഏതിലായിരിക്കും? എ സിക്ക് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യണം എങ്കിൽ ഏത് വേണം? കപ്പാസിറ്റർ. ഡി സി ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഏതിലാണ്? ഇൻഡക്റ്റർ. റെസിസ്റ്റൻസിൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യില്ല. റെസിസ്റ്റൻസ് ഡി സി ആയാലും എ സി ആയാലും ഒരേപോലെ തന്നെ ഫ്ലോ ചെയ്യും. ദെൻ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് പൈ. അതായത് കപ്പാസിറ്റീവിലായാലും ഇൻഡക്റ്റീവിലായാലും, കപ്പാസിറ്റീവിൽ എന്തായിരിക്കും കണ്ടീഷൻ? π/2. അതായത് π/2 ലീഡ് ചെയ്യുമെങ്കിൽ ഇൻഡക്റ്റീവിൽ π/2 ലാഗ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? പൈ അല്ലേ? ടോട്ടൽ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? പൈ. അതായത് നമ്മൾ ഐ എടുത്തു, ഇസ് ദ കറണ്ട് ഐ. അപ്പോൾ വി എന്ന് പറയുന്നത് വി എൽ ലീഡ് ചെയ്യും, വി സി ലാഗ് ചെയ്യും. കറണ്ടാണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ വി എൽ ഇൻഡക്ടറിൽ പൊട്ടൻഷ്യൽ ലീഡ് ചെയ്യും, കപ്പാസിറ്ററിൽ പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. ഇവിടെ ഫേസ് ഡിഫറൻസ് എത്രയാണ്? പൈ. ഇവിടെ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? പൈ. വി എൽ എന്ന് പറയുന്നത് എന്താണ്? ഐ ഇൻറ്റു എക്സ് എൽ. വി സി എന്താണ്? ഐ ഇൻറ്റു എക്സ് സി. അപ്പോൾ എക്സ് എല്ലും എക്സ് സിയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? പൈ ആയിരിക്കും. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ്, ഇൻഡക്ടർ കോൾ ലോ പാസ് ഫിൽട്ടർ. എന്തുകൊണ്ടാണ് ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്? XL is directly proportional to frequency. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിഷൻ ഇൻക്രീസ് ചെയ്യും. അത് ഡി സി ആണെങ്കിൽ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാം. എ സി ആവുന്ന സമയത്ത് വിച്ച് അതെന്ത് ചെയ്യാൻ തുടങ്ങും? ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങും. അത് ഇത്ര ഈസി ആയിട്ട് അത് വിച്ച് ഓഫർ റെസിസ്റ്റൻസ്, മോർ ആൻഡ് മോർ റെസിസ്റ്റൻസ്. ആൻഡ് കപ്പാസിറ്റർ കോൾ ഹൈ പാസ് ഫിൽട്ടർ. എന്തുകൊണ്ടാണ് ഹൈ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത്? ഹൈ ഫ്രീക്വൻസി ഉള്ളതിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാം. കാരണം എക്സ് സി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടുമ്പോഴാണ് ഓപ്പോസിഷൻ കുറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ്? കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ what is the inductive reactance of the coil of current through it is 20 milliampere and the voltage across it is 100 volt. Voltage തന്നിട്ടുണ്ട് V is equal to 100 volt and current I is equal to 20 milliampere 10 raised to minus 3 ampere. What is the inductive reactance? Then V is equal to I into XL. Inductor മാത്രമാണെങ്കിൽ I into XL. Then XL is equal to V divided by I. Then V is equal to 100 divided by 20 into 10 raised to minus 3 is equal to 5 into 10 raised to 3 ohm. അതല്ല എങ്കിൽ 5 kilo ohm. അങ്ങനെയും പറയും 5 kilo ohm. വളരെ ഈസി അല്ലേ? പ്യുവർ റെസിസ്റ്റർ ആണെങ്കിൽ വി സിക്കുൾ ഐ ആർ എന്ന് പഠിച്ചിട്ടുണ്ട്. ആറിൻ്റെ പകരം ഇവിടെ എന്തായിരിക്കും? പ്യുവർ ഇൻഡക്ടർ ആണെങ്കിൽ ഇസ് എക്സൽ. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there is the reactance of capacitor is 20 ohm. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എത്രയാണ്? ദെൻ എക്സ് സി തന്നിട്ടുണ്ട് which is equal to 20 ohm. What does it means? എന്താണ് ഇത് മീൻ ചെയ്യുന്നത്? എ സി ഫ്ലോ ചെയ്യുമ്പോൾ കപ്പാസിറ്റർ എത്ര ഒപ്പോസിഷൻ ഓഫർ ചെയ്യും? 20 ohm ഒപ്പോസിഷൻ ഓഫർ ചെയ്യും. which is equal to 1 by omega c. When current flow, AC current flows through the circuit, the capacitor offer a resistance which is equivalent to 20 ohm. And the next one, what will be its reactance if the frequency of AC is double? Frequency double ചെയ്തു എന്ന് പറഞ്ഞാൽ എക്സ് സി ഡാഷ് ഇസ് ഈക്വൽ ടു 1 by 2 pi ന്യൂ ഡാഷ് 1 by 2 pi 2 ന്യൂ. വാട്ട് അബൌട്ട് എത്ര കിട്ടും? 1 by 2 pi ന്യൂ ഡിവൈഡഡ് ബൈ അതെന്ന് പറഞ്ഞാൽ ഇനീഷ്യലി എക്സ് സി ആയിരുന്നുവെങ്കിൽ എക്സ് സി ഡിവൈഡഡ് ബൈ 2. ഫ്രീക്വൻസി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ റിയാക്ടൻസ് ഹാഫ് ആവും. ഇറ്റ് ഗെറ്റ് ഹാഫ്. അപ്പോൾ എന്തായിരിക്കും? ഫ്രീക്വൻസി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ
2 nu, then XE dash equal to XE divided by 2. അത് half ആവും. Then next, what will be its reactance when connected in DC circuit? DC സർക്യൂട്ടിലാണെങ്കിൽ XE is equal to 1 by 2 pi nu into C. DC-യിൽ കണക്ട് ചെയ്താൽ എന്തായിരിക്കും? nu which is equal to, for DC, nu equal to 0. What about 1 by 0 is equal to infinity. It offer infinite resistance. DC കടത്തി വിടോ? കപ്പാസിറ്ററിലോട് DC കടത്തി വിടില്ല. അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? കപ്പാസിറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ പൊതുവേ DC സർക്യൂട്ടിൽ നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇൻഡക്ടർ വേണം. കപ്പാസിറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? കപ്പാസിറ്റർ ഓഫർ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഫോർ DC. ക്ലിയർ ആണല്ലോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, a capacitor of 50 microfarad, sorry, 50 picofarad. Capacitor is equal to, pico means 10 raised to minus 12 farad, connected to an AC source of frequency nu is equal to 1 kilohertz, 10 raised to 3 hertz. Calculate its reactance. XE equal to 1 by omega C is equal to 1 by 2 pi nu into C. Okay, then 1 divided by 2 pi nu എത്രയാണ്? 10 raised to 3. C value, what is the value of C? 50 into 10 raised to minus 12. What is the value? 2 into 10, 2 into 50, 100. Then 10 raised to 7 divided by pi. അത്രയും വാല്യൂ എന്താണോ വെച്ചിരിക്കുന്നത്? ഓം ആണ്. 10 raised to 7 divided by pi ohm. Clear അല്ലേ? Then എല്ലാം ഈസി ക്വസ്റ്റ്യൻ ആണ്. Then next one, in given circuit applied voltage is V is equal to, applied voltage തന്നിട്ടുണ്ട്, V is equal to 50 root 2 sin 100 pi t. And ammeter reading എത്ര വന്നിരിക്കുന്നത്? current I is equal to 2 ampere. Then calculate the value of L. നമ്മൾ അമ്മീറ്റർ റീഡ് ചെയ്യുന്നത് AC സർക്യൂട്ടിൽ അമ്മീറ്റർ റീഡ് ചെയ്യുന്നത് ഏത് വാല്യൂ ആ? പീക്ക് വാല്യൂ ആണോ? അല്ല. എന്ത് വാല്യൂ മെഷർ ചെയ്യുക? IRMS. അപ്പോൾ ഇത് എന്ത് വാല്യൂ ആണ്? IRMS ഈക്വൽ ടു 2 ആംപിയർ. ആൻഡ് VRMS കണ്ടുപിടിക്കണം. VRMS ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ √2. Is it clear? I0 എടുക്കരുത്. I എന്ന് പറയുമ്പോൾ അമ്മീറ്റർ മെഷർ ചെയ്യുന്നത് എപ്പോഴും എന്താണ്? RMS വാല്യൂ ആണ്. ദെൻ V0 എത്രയാണ്? 50 √2 അല്ലേ? ദെൻ 50 √2 ഡിവൈഡഡ് ബൈ √2 ഇസ് ഈക്വൽ ടു 50. ദെൻ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. ദെൻ VRMS ഈക്വൽ ടു IRMS ഇൻറ്റു XL. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? XL ഈക്വൽ ടു ഒമേഗ L ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? VRMS ഡിവൈഡഡ് ബൈ IRMS. VRMS എത്രയാ? VRMS is equal to 50, IRMS is equal to 50 divided by 2 is equal to XL equal to 25 ohm. അതാണോ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ അതല്ല, ക്വസ്റ്റ്യൻ എല്ലാം. ഇവിടെ VRMS എടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ. അത് മാത്രമാണ് ഇവിടെ ഒരു ഡിഫിക്കൽട്ട് ഉള്ളൂ. ദെൻ L is equal to ഒമേഗ L ആണ് തന്നിരിക്കുന്നത്. ഒമേഗ L is equal to 25. Then L is equal to 25 divided by omega equal to 2 pi nu. Omega direct കിട്ടും. What is the omega value of the omega? Omega t ആണ്. Omega t is equal to 100 pi t. Then omega is equal to 100 pi. Omega equal to 100 pi. Then 25 divided by 100, 1 by 4 pi. അത്രയും ഹെൻറി. എന്താ ഇൻഡക്ടറിൻ്റെ യൂണിറ്റ് എന്താണ്? ഹെൻറി. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? ദെൻ പ്യുവർ റെസിസ്റ്റർ, പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്, പ്യുവർ കപ്പാസിറ്റീവ്, ഇത്രയും നോക്കി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് എങ്ങനെയാണ് വരിക. ഓക്കെ, താങ്ക് യു.